കാഴ്ചയിൽ ചുണ്ടലികളോട് സാമ്യം, എലിയെന്ന് തെറ്റിദ്ധരിച്ച് നാം കൊന്നുതള്ളുന്നതാകട്ടെ പ്രാണിപിടിയന്മാരായ ഈ ഉപകാരികളെ. നച്ചലി എന്നറിയപ്പെടുന്ന നൊച്ചനെക്കുറിച്ചാണ് 123 ഫാക്ട്സിൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. കാലാകാലങ്ങളായി നാം എലികളെന്ന് തെറ്റിദ്ധരിച്ച് കൊന്നുതള്ളുന്നത് എലികളോ അവയുടെ ഫാമിലിയിൽപ്പെട്ട ഒന്ന് അല്ലേയല്ല എന്നുള്ള സത്യം നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനാകുമെന്നറിയില്ല. കാഴ്ചയിൽ ചുണ്ടലികളോട് സാമ്യതയുള്ള നൊച്ചലി, നച്ചലി, നൊച്ചൻ, നച്ചക്കൻ, മുച്ചൻ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഇവ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഷ്രൂ എന്ന പേരിലാണ്. ഇവർക്ക് എലികളുമായി വലിയ ബന്ധമൊന്നുമില്ലെന്ന് മാത്രമല്ല, വീടുകളിൽ കാണപ്പെടുന്ന സാധാരണ എലികളോട് ഇവയ്ക്ക് വംശപരമായി പോലും യാതൊരു ബന്ധവുമില്ല. ഹെഡ്ജ്ഹോഗുകൾ എന്ന ജീവികളുമായാണ് ഇവർക്ക് കൂടുതൽ വംശപരമായി അടുപ്പമുള്ളത്. സൊറായ്സിഡേ കുടുംബക്കാരായ ഇവരെ ലോകത്തെങ്ങുമായി 385-ലധികം ഇനങ്ങളെ ഇതുവരെയായി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 10,000 കോടി ഷ്രൂകൾ ഭൂമിയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലും ധ്രുവപ്രദേശങ്ങളിലും ഇവരെ കാണാനേ കിട്ടാറില്ല. നച്ചലികൾ പ്രധാനമായും 2 തരത്തിലുണ്ട്: ചുവന്ന പല്ലുള്ളവയും വെളുത്ത പല്ലുള്ളവയും. യൂറോപ്പിലും ഏഷ്യയിലും സാധാരണ കാണുന്നത് ചുവന്ന പല്ലുകളുള്ള ഇനത്തെയാണ്. ഇവ എലികളോട് രൂപസാദൃശ്യമുള്ളവയാണെങ്കിലും ഇവയുടെ കണ്ണുകളും ചെവികളും എലികളുടേതിനേക്കാൾ വലിപ്പം കുറഞ്ഞതാണ്. ഇവയുടെ ശരീരം 10 മുതൽ 12 സെൻറ്റിമീറ്ററും വാൽ 3.5 സെൻറ്റിമീറ്ററോളം നീളവുമുള്ളതാണ്. മുമ്പോട്ട് തള്ളി നിൽക്കുന്ന മോന്തയിൽ നീളം കൂടിയ മീശരോമങ്ങളുണ്ടായിരിക്കും. ഇവയുടെ പുറംഭാഗത്തിന് ചാരമോ തവിട്ടോ നിറവും ഉദരഭാഗത്തിന് മങ്ങിയ വെളുപ്പ് നിറവുമായിരിക്കും. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഇനം നച്ചലികളാകട്ടെ ചുവന്ന പല്ലുകളുള്ളവയും വാലിന് നീളം കുറഞ്ഞവയും പ്രജനനകാലത്ത് വാൽ വീർത്തു വരുന്നവയുമാണ്. ജലനച്ചലിയുടെ ശരീരം 15 മുതൽ 18 സെൻറ്റിമീറ്ററും വാൽ 4 മുതൽ 6 സെൻറ്റിമീറ്ററും നീളമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണുന്ന ഷ്രൂ ആണ് ഏഷ്യൻ ഹൗസ് ഷ്രൂ എന്ന് വിളിക്കപ്പെടുന്ന സൺകസ് മറിനസ് എന്ന ഇനം. ഇവരാണ് ഷ്രൂകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പക്കാർ. പുല്ലുകൾക്കിടയിൽ തുരങ്കങ്ങളുണ്ടാക്കി ജീവിക്കുന്നവയാണെങ്കിലും നച്ചലികളെ തുരങ്കത്തിന് വെളിയിലോ പുല്ലുകൾക്കിടയിലോ സാധാരണ കാണാറില്ല. ഇവ പുറപ്പെടുവിക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദമാണ് ഇവയെ തിരിച്ചറിയാൻ സഹായകമാകുന്നത്. ജനിതകപരമായി എലികളും ഷ്രൂകളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇനി പറയാം. അണ്ണാൻ, മുള്ളംപന്നികൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന റോഡൻ വിഭാഗക്കാരാണ് കരണ്ട് തീനികളായ എലികൾ. നമ്മുടെ നാട്ടിൽ 2 ഇനം റാറ്റെലികളും 1 ഇനം മൗസെലിയും 2 ഇനം ബാൻഡിക്യൂട്ട്, പെരുച്ചാഴി, തുരപ്പനെലികളുമാണുള്ളത്. അവർക്കൊക്കെ പൊതുവായുള്ളത് കരണ്ട് തിന്നലാണ്. ഇതിന് സഹായിക്കുന്ന മുൻഭാഗത്ത് കാണപ്പെടുന്ന ഉളിപ്പല്ലുകൾ ഇവയ്ക്കുണ്ട്. മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉളിപ്പല്ലുകളെ കരണ്ട് നീളം കുറച്ചില്ലെങ്കിൽ നീളം കൂടി ആകെ പ്രശ്നമാകുന്ന ബോധ്യമുള്ളതിനാലാണ് ഭക്ഷണമല്ലാത്ത മരവും പ്ലാസ്റ്റിക്കും തൊട്ട് സർവ്വതും കരളുന്നത്. അതിൻ്റെ ശബ്ദമാണ് നാം പലപ്പോഴും കേൾക്കാറുള്ളതും. എന്നാൽ ഷ്രൂകൾ വ്യത്യസ്തരാണ്. ഇവറ്റകൾക്ക് എലികളെപ്പോലെ ജീവിതകാലം മുഴുവൻ വളർന്ന ഉളിപ്പല്ലില്ല. ഒരായുഷ്കാലത്തേക്ക് മുഴുവനായും ഈ പല്ലേ ഉള്ളൂ. ആണി പോലെ കൂർത്ത ഒരു ജോഡി പല്ലുകളാണ് വായുടെ മുൻഭാഗത്തായി ഇവർക്കുള്ളത്. അതിനാൽ തന്നെ കരൾ സ്വഭാവമൊന്നും ഇവറ്റകൾക്കില്ല. തേയ്മാനം വന്ന് നശിച്ചു പോകാതിരിക്കാൻ ചില ഇനം ഷ്രൂകൾക്ക് പല്ലിൻ്റെ ഇനാമലിന് മുകളിൽ ഇരുമ്പ് ഘടകങ്ങളുടെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ചില ഇനം ഷ്രൂകൾക്ക് ചുവന്ന കോട്ടിങ്ങും ചിലവയ്ക്ക് വെളുത്ത കോട്ടിങ്ങും. ഈ കോട്ടിങ്ങിൻ്റെ കളർ വ്യത്യാസം കാരണമാണ് ഇവയെ 2ആയി തന്നെ വേർതിരിച്ചിരിക്കുന്നത്. സാധാരണ എലികൾ ധാന്യങ്ങളും കിഴങ്ങുകളും അണ്ടിപ്പരിപ്പുകളും ഭക്ഷണമാക്കുമ്പോൾ ഷ്രൂകൾ മാംസഭോജികളാണ്. ഇവർ പ്രാണിഭോജികളാണ്. പാറ്റകൾ, വണ്ടുകൾ, ചീവീടുകൾ, പച്ചത്തുള്ളന്മാർ, പുൽച്ചാടികൾ തുടങ്ങിയ പലതരം പ്രാണികളാണ് പ്രധാന ഭക്ഷണം. കൂടാതെ മണ്ണിരകൾ, തവളകൾ, ഓന്തുകൾ, പല്ലികൾ, തേളുകൾ, ഒച്ചുകൾ, പഴുതാരകൾ എന്നിവയെ കൊന്നു തിന്നുന്നവയും ഷ്രൂ വർഗത്തിലുണ്ട്. അമേരിക്കയിലും മറ്റുമുള്ള ചെറുവാലൻ ഷ്രൂകൾക്ക് പല്ലിലെ ചാലുകളിലൂടെ വിഷം കുത്തിവെക്കാനുള്ള കഴിവുമുണ്ട്. ചുവന്ന പല്ലുകളുള്ള നച്ചലികൾക്കും സാധാരണ നച്ചലികൾക്കും 15 മാസക്കാലമേ ആയുസുള്ളൂ. ദേഹം തണുത്തു പോകാതിരിക്കാൻ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ധാരാളം ഭക്ഷണം കഴിക്കുകയും വേണം. സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടി ഭക്ഷണം ഇവർക്ക് വേണ്ടതിനാൽ കുള്ളൻ നച്ചലികളും സാധാരണ നച്ചലികളും മറ്റു ചില ഇനങ്ങളും 3 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. രാത്രി കൂടുതൽ സമയം ഇരതേടുന്ന ഇവയ്ക്ക് അധിക സമയം ഭക്ഷണമില്ലാതെ ജീവിക്കാനാകില്ല. 2-3 മണിക്കൂർ ഭക്ഷണം വൈകിയാൽ ഇവ ചത്തുപോകാൻ ഇടയാകുന്നു. അതിനാൽ ഇവ ജീവിതത്തിലെ ഏതാണ്ട് മുഴുവൻ സമയവും ഭക്ഷണം തേടി നടക്കുന്ന സ്വഭാവമാണ്. സദാസമയവും ആക്റ്റീവ് ആയിരിക്കുന്ന ഇവർ ഇടയ്ക്കിടെ വല്ലാത്ത ഫ്രീക്വൻസിയിലുള്ള ചിലക്കൽ ശബ്ദവും പുറപ്പെടുവിക്കും. ശരീരത്തിൻ്റെ 2 ഭാഗത്തും മസ്ഗ്രന്ഥികൾ ഉള്ള ഇവയ്ക്ക് വല്ലാത്ത നാറ്റമായിരിക്കും. ഇരപിടിയന്മാരായ പൂച്ചകളെയും മറ്റും അകറ്റി നിർത്താൻ ഈ നാറ്റം ഇവരെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇവയുടെ കാഷ്ടത്തിനും വലിയ നാറ്റമാണ്. പൂച്ചകൾ ഇവരെ പിടികൂടിയാൽ നാറ്റം കാരണം വിട്ടുകളയാറാണ് പതിവ്. ഷ്രൂകളെക്കൊണ്ട് സത്യത്തിൽ നമുക്ക് വലിയ ശല്യമൊന്നുമില്ലെന്നു മാത്രമല്ല, പ്രശ്നക്കാരും ഉപദ്രവകാരികളുമായ പാറ്റകൾ, പലതരം ക്ഷുദ്രപ്രാണികൾ, ചുണ്ടലികൾ തുടങ്ങിയ ഉപദ്രവകാരികളെ കൊന്നു തീർക്കുന്നതിനാൽ
ഒരു ബയോളജിക്കൽ പെസ്റ്റിസൈഡ് ആണ് ഇവറ്റകൾ എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. കൂടാതെ ചില ഷ്രൂകളുടെ വായിലെ ഗ്രന്ഥികളിലുള്ള വനത്തിൽ നിന്നും രക്തസമ്മർദ്ദത്തിനും മൈഗ്രെയിൻ, ന്യൂറോമസ്കുലാർ രോഗങ്ങൾ എന്നിവയുടെയൊക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാനുള്ള മരുന്നുകൾക്കായുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഷ്രൂകളുടെ ഉമിനീരിലുള്ള സോറിസിഡിൻ എന്ന പെപ്റ്റൈഡ് ഓവേറിയൻ ക്യാൻസർ ചികിത്സയ്ക്കായി വേർതിരിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്.